കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. കുറച്ച് വഴുകി. എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്നറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആ അമ്പാടിയിലെ കുസൃതികളുള്ള ഏതൊക്കെ വേഷത്തിലാണ്, ഏതൊക്കെ ഭാവത്തിലാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്ന് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വരാം. ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് മനസ്സിൽ സ്മരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിനെ വരിക. ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാം. വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി മുട്ടറക്കേണ്ട ആളുകൾക്കൊക്കെ മുട്ടറക്കാം. അതൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരാം. അത് കഴിഞ്ഞ് ആ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുമ്പോൾ കൊടിമരം കാണാം. അതിൻ്റെ മുന്നിലുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിച്ചത് ഇങ്ങനെ കാണാം. അതിൻ്റെ നടുക്കുള്ള ആ ലക്ഷ്മി ദേവീനെയൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് കണ്ടുകൊണ്ട് ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള പീഠം കാണാം, ആ കിടാവിളക്കും കാണാം. മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ തന്നെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ടൊന്ന് സ്മരിക്കുക നരസിംഹസ്വാമിയെ. അതിനുശേഷം നമ്മളിങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ അതിമനോഹരമായ കാഴ്ച നിറദീപക്കാഴ്ചയാണ്. ആ ദീപം ഇങ്ങനെ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ കാണുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തടകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ വട്ടമൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി ഒക്കെ കാണാണ്ട് കിങ്ങിണി അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അരമണിയുടെ അവിടെ ഒരു കയറും ഉണ്ട് കേട്ടോ. അങ്ങനെ കയറിൻ്റെ അറ്റത്തേക്ക് നോക്കിയാലോ ഇടതുവശത്തായിട്ടൊരു വലിയ ഉരുൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ഉരുളിൽ കെട്ടിയിട്ടുണ്ടാകും. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മാങ്ങാമാല, അങ്ങനെ 3 മാലകളുണ്ട്. അതേപോലെ തന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, വലിയ വലത്തെ കയ്യിൽ നല്ല വെണ്ണ ഉരുളങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇടത്തെ കൈ ഇങ്ങനെ അരയെ കുത്തിയിട്ട് അവിടെ ആ പൊന്നോടക്കുഴൽ അരയിൽ തിരികെ വെച്ചിട്ടുണ്ടാകും. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. നല്ല ചിരിച്ച് നിൽക്കുകയാണ് ഉണ്ണി നന്നായിട്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. ഉരുളിലൊക്കെ കെട്ടിയാലൊന്നും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കയ്യിൽ നല്ല നറുനെയ്യിൻ്റെ നല്ല വെണ്ണ, നല്ല പാലിൻ്റെ വെണ്ണ കിട്ടിയിട്ടുണ്ട്, അത് കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പീലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 3 പീലി കളഭം കൊണ്ട്. അതിൻ്റെ മുകളിൽ പീലി തിരുമുടി ഉണ്ട്. തിരുമുടി കെട്ടിയേണ്ടത് എന്താ വെച്ചാൽ തിരുമുടി മാല എന്ന് പറഞ്ഞാൽ 2 മാലകളുണ്ട്. വെളുത്ത പൂവ്, തുളസി, തെച്ചി, അങ്ങനെയാണ്. അതേപോലെ തന്നെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്താ വെച്ചാൽ വലിയൊരു തെച്ചി, തുളസി, വെളുത്ത പൂവ് ഒരു ഏകദേശം സമം ചേർത്തിട്ട അങ്ങനത്തെയാണ്. ഇടയ്ക്ക് താമരയുണ്ട്. അതേ മുകളിൽ വിധാനമായിട്ട് താമരമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, തെച്ചിമാലയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ അലങ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ വന്ന് നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ മനസ്സ്, എല്ലാവരുടെയും മനസ്സ് എന്നെ കേൾക്കുന്ന സമയത്ത് കൂടെ ഉണ്ടാവുക. എന്നിട്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന ദാമോദര സ്വരൂപത്തെ നമ്മൾ കാണുന്നു. കണ്ട് പ്രാർത്ഥിക്കുക. നാരായണ നാരായണ ദാമോദര ദാമോദര എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ടും തൊഴുത് നേരെ കാണുന്നത് നമ്മൾ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കി ആലിലക്കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ നന്നായിട്ട് ചാർത്തി, ഉടലൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. അർച്ചന ധാരാളം കഴിച്ചിട്ടുണ്ട്, അതും കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം
അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി ദേവിയുടെ ആ പുതിയ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അത് കണ്ട അങ്ങനെ സുഖമായിട്ട് തൊഴുക. കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണമുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹമൂർത്തിയുടെ രൂപത്തിൻ്റെ അപ്പുറത്തെ ഒരു സൈഡിൽ ആ കുറൂരമ്മയും ഉണ്ണിക്കണ്ണനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. പിന്നെ മേൽശാന്തി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് നമ്മൾ ആ വാമനമൂർത്തിയെയും അതേപോലെ ആ ഗജേന്ദ്രമോക്ഷത്തെയൊക്കെ കണ്ട് വിഷ്ണുവിനെയൊക്കെ കണ്ട് നമ്മൾ നേരെ ആ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാൻ പോവാം. അങ്ങനെ പോരുമ്പോൾ അവിടെയും ധാരാളം മാലകളുണ്ട്. നല്ല നല്ല താമരമാല, ചെണ്ടുമല്ലിമാല, ജമന്തിമാലയൊക്കെ ഉണ്ട്, ചാർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്നിങ്ങനെ തൊഴുതാൽ അതൊരു ദർശനമായി. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴാം. ശ്രീരാമനും ബലരാമനും ഭാർഗവരാമനും കണ്ണനും ഒക്കെ കണ്ട് തൊഴുത് മുരുകനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ അതിന് ശേഷം നേരെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് 2 വെറ്റിലമാല ഉണ്ട്, അതേപോലെ ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേ. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ കാളിയമർദ്ദന രൂപവും രാധാകൃഷ്ണ വിഗ്രഹവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് ഒന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നൃത്താറയിലേക്കും മണിക്കിണറിലൊക്കെ നോക്കിയിട്ട് തൊഴുത് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മ, നാരദർ, അതേപോലെ മേൽപ്പത്തൂർ, വസുദേവരൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അതിന് ശേഷം നമ്മൾ നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന് ചന്ദനം തീർത്ഥം വാങ്ങാം. പിന്നീട് ഇടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ ഇങ്ങനെ വരുമ്പോൾ തിരക്കൊക്കെ ഉണ്ട് കുറച്ച്. എന്നാലും അതിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ വന്ന ഭഗവതിയുടെ അവിടെ രൂപം വന്ന ഇന്നും ഗോളകയാണ്, ഈ സമയത്തൊക്കെ ഗോളകയാണ്. അങ്ങനെ മുകളിലേക്കൊക്കെ നിറയെ പൂക്കളിങ്ങനെ മാലകളായി ചാർത്തിയിട്ടുണ്ട്. ധാരാളം അർച്ചന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. വീണ്ടും നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി ദാമോദര സ്വരൂപത്തെ കാണാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വലിയ വിളക്കിൽ ഇങ്ങനെ നരദൈവം കാണാം. അതൊന്ന് കണ്ട് തൊഴുത് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുന്ന അവിടെ ഇതേമാതിരി നല്ല മുഖമൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ നിറയെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്നിട്ട് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മൾ നേരെ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നെ നമ്മൾ നേരെ നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം ഉണ്ട്, അതൊന്ന് കണ്ടു തൊഴാം. പിന്നെ അവിടുന്ന് അങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്ന് തൊഴാം. പിന്നെ നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. പിന്നെ നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഭഗവാനെ മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിക്കുക.
അങ്ങനെ അതും കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ട് അവരുടെ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ നടക്കട്ടെ. അസുഖം മാറാനുള്ളവർക്ക് അതും, അതേപോലെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും രോഗശാന്തിക്കൊക്കെ പ്രാർത്ഥനയൊക്കെ ചെല്ലുക കേട്ടോ എല്ലാവരും. അതേപോലെ കാര്യസാധ്യത്തിന് ആ വഴിപാടുകളൊക്കെ ചെയ്യുക. ഗുരുവായൂരപ്പനെ നമുക്ക് നന്നായിട്ട് ജപിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നമ്മളിലേക്ക് എത്തും. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.